പക്ഷേ ഞങ്ങളുടെ നാട്ടിലെ പാവങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് കൂടാൻ തീരുമാനിച്ചപ്പോൾ ഈ ചാണകക്കുഴിയുടെ നടുവിൽ ചന്ദനത്തിരി കത്തിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അള്ളാഹു നല്ല പ്രതിഫലം കൊടുക്കട്ടെ, അള്ളാഹു നല്ല പ്രതിഫലം കൊടുക്കട്ടെ. അവരെ സാമ്പത്തികമായും മാനസികമായും ശാരീരികപരമായും ഒന്നിനും കഴിഞ്ഞില്ലെങ്കിലും ഒന്ന് ദുആ ചെയ്തെങ്കിലേ സഹായിക്കൽ ഒരു യഥാർത്ഥ വിശ്വാസിയുടെ കടമയാണ്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, അതേപോലെ മറിച്ചൊരു വശമുണ്ട്. തിന്മയ്ക്ക് വേണ്ടി ഏതൊക്കെ ആളുകൾ കൂട്ടുകൂടിയോ ആ നാടിനെ അല്ലാഹു നശിപ്പിച്ച് താമാവശേഷമാക്കിയെന്ന്. കുറെ കൂട്ടുകാർ അവര് കൂടിയത് നന്മയ്ക്ക് വേണ്ടിയല്ല, തിന്മയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയ കൂട്ടുകാർ, ആ കൂട്ടുകാരുള്ള നാടിനെ അല്ലാഹു നാമാവശേഷമാക്കി മാറ്റിയെന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. നന്നായിട്ടൊന്ന് ചിന്തിക്കുക. കൂട്ടുകാർ വെറുതെ അല്ല. നല്ല രണ്ട് കൂട്ടുകാർ പോയപ്പോ അവിടെ പാല് പറ്റി ആടിന് പാലുണ്ടായി. വേറെ കുറെ കൂട്ടുകാരുണ്ടായി. അവര് കൂടിയത് എന്തിനാ? തിന്മയ്ക്ക് വേണ്ടി. അവന്മാര് ജീവിച്ചിരുന്ന നാടിനെ അള്ളാഹു കീഴ്മേ മറിച്ച് കളഞ്ഞു. എന്താ ഇതിന്റെയൊക്കെ ആവശ്യകത? നിങ്ങൾ എന്താ കരുതിയത്? അതോ കുറെ ആളുകൾ കൂടി ഇമാരിപ്പോ പൈസ ഉണ്ടാക്കാനാണോ? മാറി നിന്ന് വിമർശിക്കാൻ ആളുകളുണ്ട്, പക്ഷെ നന്മയുടെ കൈപിടിക്കാൻ ആളുകളില്ല. സഹോദരങ്ങളെ, എവിടെ തിന്മയ്ക്ക് വേണ്ടി? അതുകൊണ്ട് എൻ്റെ പൊന്നു ചെറുപ്പക്കാരോട് ഞാൻ മുന്നറിയിപ്പ് നൽകുക, തിന്മയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടരുത്. ഗാനമേള നടത്താൻ, ആഭാസം നടത്താൻ, നാടകം നടത്താൻ, ഇതിനൊന്നും വേണ്ടി ഒരുമിച്ച് കൂടരുത്. അങ്ങനെ ഒരുമിച്ച് കൂടിയ ആളുകൾ എവിടെയുണ്ടോ ആ നാടിനെ അള്ളാഹു നശിപ്പിച്ചിട്ടുമുണ്ട്. ഖുർആൻ ഞാൻ പറഞ്ഞല്ല, എന്നെ തുറച്ചു നോക്കണ്ട. നിങ്ങൾ എന്നെ തുറച്ചു നോക്കണം. എന്തിനാ എന്നെ തുറച്ചു നോക്കണ്ട? അള്ളാഹ് പറഞ്ഞ, ഞാൻ പറഞ്ഞല്ല. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ഒരു സമൂഹമുണ്ട്, സമൂദ് ഗോത്രം. ആരാ സമൂദ് ഗോത്രം എന്നറിയോ? അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാത്തിൽ ലിമാദിൽ ലതി ലം യുഖ്ലഖു മിഥ്ലുഹാ ഫിൽ ബിലാദ്. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, അവർക്ക് സമാനമായ ഒരു ജനതയെ ഞാൻ ഇവിടെ സൃഷ്ടിച്ചിട്ടില്ല. കൈവിരലുകൾ കൊണ്ട് പാറക്കെട്ടുകൾ തുറന്നു മാറ്റിയിട്ട് ആ പാറക്കെട്ടുകളുടെ ഉള്ളിൽ ഏറ്റവും വലിയ മണിസൗധങ്ങൾ പണിത നാട്ടുകാരാ. ആ നാട്ടുകാര് സമൂദ് ഗോത്രത്തെ അല്ലാഹു ഒരു ഇടിമുഴക്കം കൊണ്ട് നശിപ്പിച്ചു കളഞ്ഞു. എന്താ കാരണമെന്നറിയോ? അള്ളാന്റെ ഖുർആൻ തന്നെ പറയട്ടെ, ആ സമൂഹത്തെ ഒരൊറ്റ ഇടിമുഴക്കം വന്നപ്പോ ഈ തപ്പന മരങ്ങൾ ചത്തുമലച്ചതുപോലെ അവർ ഈ ഭൂമിയുടെ മുകളിൽ ചത്തുമലച്ച് കിടന്നെങ്കിൽ ആ ദുരന്തത്തിന്റെ കാരണം എന്താ? അള്ളാന്റെ ഖുർആൻ തന്നെ പറയട്ടെ, വകാന ബിൽ മദീനതി തിസ്അതു റഹതിൻ യുഫ്സിദൂന ഫിൽ അർളി വലാ യുസ്ലിഹൂൻ. വകാന ഫിൽ മദീന, ആ പട്ടണത്തിൽ ഉണ്ടായിരുന്നു, സമൂദ് ഗോത്രത്തിന്റെ നാട്ടിലുണ്ടായിരുന്നു, പൊന്നു ചെറുപ്പക്കാരെ, തിസ്അതു റഹതിൻ 9 വിഭാഗത്തിൽപ്പെട്ട യുവാക്കൾ ഉണ്ടായിരുന്നു. അവരുടെ ജോലി എന്താ? യുഫ്സിദൂന ഫിൽ അർളി, ആ നാട്ടിലെ സർവ്വ കുഴപ്പത്തിന്റെ മുമ്പിലും അവരുണ്ടാകും. വലാ യുസ്ലിഹൂൻ, ഒരു നന്മയുടെ ഭാഗത്ത് അവരുണ്ടാവുകയില്ല. തെറ്റിന്റെ ഭാഗത്ത് ഒരുമിച്ച് കൂടിയപ്പോ ആ 9 യുവാക്കൾ ആ നാട്ടിലുള്ളത് കൊണ്ട് അള്ളാഹ് പറഞ്ഞു, നിങ്ങൾ നശിച്ചു പോക്കോ. ഒരു വെള്ളിടി മുഴങ്ങിയപ്പോൾ ആ സമൂഹം തകർന്ന് തരിപ്പണമായി മാറിയെന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് പൊന്നു സഹോദരങ്ങളെ, ഹൃദയത്തിൽ തൊട്ടിട്ട് ഞാൻ പറയുകയാ, ഈ വിനീതനെ വല്ലാതെ സ്നേഹിച്ച എന്റെ സഹോദരങ്ങളോട്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഞാൻ ഇന്ന് എന്റെ ബഹുമാനനായ സുഹൃത്ത്, എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് യൂസുഫിന്റെ മിസ്ബാഹ് പർദാ പാലസിൽ പോകുമ്പോ 20 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഓടി വന്ന് എന്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ ദുആ ചെയ്യണം. ഉമ്മാന്റെ അസുഖം മാറാനല്ല, വാപ്പയ്ക്ക് ജോലി കിട്ടാനല്ല, അവന് സമ്പന്നനാവാനല്ല. 20 വയസ്സുള്ള പൊന്നുമോനോട് ഞാൻ ചോദിച്ചു, എന്തിനാ ദുആ ചെയ്യേണ്ടത്? അദ്ദേഹം പറഞ്ഞു, ഉസ്താദേ ആഖിറത്തിന് വേണ്ടി ദുആ ചെയ്യണം, ആഖിറത്തിന് വേണ്ടി ദുആ ചെയ്യണം, ആഖിറത്തിന് വേണ്ടി ദുആ ചെയ്യണം. ഇതാണ് യഥാർത്ഥ ചെറുപ്പക്കാരനെങ്കിൽ, അവനാണ് ചരിത്രത്തിന്റെ ശില്പിയെങ്കിൽ, അവനെ ഓർത്തിട്ടാണ് ചരിത്രം കാത്തു നിൽക്കുന്നതെങ്കിൽ, അവന് വേണ്ടിയാണ് ചരിത്രം പറക്കുന്നതെങ്കിൽ, 20 വയസ്സുള്ള യുവാവ് ഉസ്താദേ ആഖിറത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറയുമ്പോ, പൊന്നു സഹോദരാ, ഈ പ്രഭാഷണം കഴിയുമ്പോ ഇതേവരെ മോശമായ കൂട്ടുകെട്ടുണ്ടോ മാറ്റുക, മോശമായ കൂട്ടുകാരനോട് വിട പറയുക, എന്നിട്ട് മൂന്നാമത്തെ കൂട്ടുകാരനെ ഏറ്റെടുക്കുക. മൂന്നാമത്തെ കൂട്ടുകാരനാരാ? മിനൻ നബിയീന, അല്ലാഹുവിന്റെ പ്രവാചകന്മാർ. ആ പ്രവാചകന്മാരോട് കൂട്ടുകൂടുക. പെട്ടെന്ന് ഞാൻ പറയുകയാണ്, നാലാമത്തെ കൂട്ടുകാരനാണെന്നറിയോ? അള്ളാന്റെ പ്രവാചകന്മാരെ സ്നേഹിക്കണം, അവര് പറഞ്ഞ ദൗത്യം ഏറ്റെടുക്കണം.
പ്രവാചകന്മാരെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാ? അവര് ചെയ്ത ദൗത്യം ഏറ്റെടുക്കണം. അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കണം. സഹോദരങ്ങളെ, തകർന്നടിയുന്ന ഇസങ്ങളുടെയും പിടിതെറിയപ്പെടുന്ന പ്രതിമകളുടെയും മൂകമായ ദീനവിലാപത്തിന്റെ നടുവ് ആയിരക്കണക്കിന് ആളുകൾ സമാധാനം അന്വേഷിച്ച് യാത്ര ചെയ്യുമ്പോ അവരോട് വിശുദ്ധമായ ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കുക. അതാണ് പ്രവാചകന്മാരോടുള്ള കൂട്ടുകെട്ട്. സമയത്തിന്റെ പരിമിതി കൊണ്ട് പെട്ടെന്ന് പറയട്ടെ, നാലാമത്തെ കൂട്ടുകാരനാരാ? സിദ്ദീഖീങ്ങളെ സത്യം പറയുന്നവരെ കൂട്ടുകാരനാക്കണം. പച്ചക്കള്ളം പറയുന്നവന്റെ കൂടെ പോകരുത്. നാവെടുത്ത് വലത്തോട്ട് വെച്ചാ അവൻ കള്ളമേ പറയൂ, അവന്റെ കൂടെ കൂടരുത്. നീ ലോകത്തിലെ ഏറ്റവും വലിയ അപകടത്തിൽ പോകും. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ. ഓ സത്യവിശ്വാസികളെ, സത്യം പറയുന്ന അല്ലാഹുവിന്റെ പ്രവാചകന്മാർ, അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, അവര് സത്യം പറയുന്നവരാ. ആലിമീങ്ങളെ പണ്ഡിതന്മാരെ കൂട്ടുകൂടുക. അഞ്ചാമത്തെ കൂട്ടുകാരൻ സിദ്ദീഖീങ്ങളോട് കൂട്ടുകൂടുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മൂന്നാമത്തെ കൂട്ടുകാരനാരാ? നബീന. നബിമാരോട് കൂട്ടുകൂടണം. നബിമാരോട് കൂട്ടുകൂടുവോ? ഒന്ന് ഉറക്കെ പറയും. നബിമാരോട് കൂട്ടുകൂടുവോ? അതിന് കൂട്ടുകൂടാൻ നബിമാർ ഇവിടെ ഉണ്ടാ? ഏതൊരു നബിയെ കാണിച്ചു തരാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? ഞാനൊരു വഴി പറഞ്ഞ രക്ഷാല ചെയ്യുവോ? നബിമാരല്ലേ ഇല്ലാത്തതുള്ളൂ. പ്രവാചകന്മാരുടെ അനന്തരാവകാശികളുണ്ട്, അവരോട് കൂട്ടുകൂടി. ആരോട്? പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാരാ? മിക്കവാറും ബയർത്ത് തന്നെ എൻ്റെ 2 കിലോ കുറയും തോന്നി. ഈ ബയർപ്പ് പോയിട്ട് തന്നെ ഞാൻ 2 കിലോ കുറയും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകന്മാരുടെ അനുയായികളാരാ? അല്ലുലമാ വറസത്തുൽ അംബിയാ. ഉലമാക്കൾ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ്. അതുകൊണ്ട് പ്രവാചകന്മാരുടെ അതേ ദൗത്യം ഏറ്റെടുത്തവരാണ് ആലിമീങ്ങൾ, പള്ളിയിലെ ഇമാമീങ്ങൾ, ഖത്തീബന്മാർ, ഖാദിമാർ, അഹ്ലു ബൈത്ത്. അവരോട് സുഹബത്ത് വെക്കുക, അവരോട് സ്നേഹം വെക്കുക, അവരോട് മഹബത്ത് വെക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആലുന്നബിയ്യി ദരീഅതി മിന്നി ഇലൈക വസീലതി. ഇമാം ശാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിന്റെ അഹ്ലു ബൈത്ത് അല്ലാഹുവേ നിന്നിലേക്ക് എത്താനുള്ള വസീലയാണ്. ആ വസീല ഉലമാക്കളെ സ്നേഹിക്കണം. ഇൻഷാ അല്ലാഹ് സ്നേഹിക്കുമോ? സ്നേഹിക്കും ഇൻഷാ അല്ലാഹ്. അപ്പൊ കൂട്ടുകാരനെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കാണണ്ടേ? വെള്ളിയാഴ്ച പോകുമ്പോൾ ഖാദി ഉസ്താദിന്റെ കയ്യിൽ പിടിച്ചിട്ട് ഒന്ന് മുസാഫഹത്ത് ചെയ്ത് ദുആ ചെയ്യണേന്ന് പറഞ്ഞിട്ട് വരും. ഇനി സന്മനസ്സുണ്ടെങ്കിൽ ഒരു കൈമടക്കം കൂടെ കൊടുത്തേക്ക്. അത് കുഴപ്പമൊന്നുമില്ല, നമുക്ക് അഹങ്കാരമൊന്നുമില്ല. ആട്ടർച്ച എന്നാലും തിരിഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉസ്താദിൻ്റെ അടുത്ത് സാധിച്ചിരിക്കുന്നു. വെള്ളിയാഴ്ച ഒന്ന് ഉസ്താദിൻ്റെ അടുക്കൽ ഒന്ന് ദുആ ചെയ്യണം. ഉസ്താദെ എന്താ പറച്ചിലിൻ്റെ എന്നറിയോ? 5 വഖത്ത് നിസ്കാരം കഴിഞ്ഞ് ഇമാമിയങ്ങൾ ദുആ ചെയ്യൂല, അല്ലാഹുവേ വലിമൻ ഔസാനാ ബിദ്ദുആ, ആരൊക്കെ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തോ അവർക്കൊക്കെ. അപ്പൊ നമ്മളും അതിൽ പെട്ടില്ലേ? നമുക്കൊരു വാക്കല്ലേ ഉള്ളൂ. അതുകൊണ്ട് അവരെ സ്നേഹിക്കീൻ, അവരോട് മഹബത്ത് വെക്കീൻ, ആലിമ്യങ്ങളോട് സ്നേഹം ഉണ്ടാകുകയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ നിങ്ങൾക്ക് സ്നേഹം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? വെള്ളിയാഴ്ച പോകണം, മുസാഫഹത്ത് ചെയ്യണം, കൂടെ ഒരു കൈമടക്കൊക്കെ വെച്ച് കൊടുത്താലും ഇവിടെ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെയൊക്കെ നാട്ടിൽ നല്ല കൈമടക്കാണ്. പക്ഷെ ചില ആളുകൾ പേപ്പറിൽ പൊതിഞ്ഞ് വരും, ഭയങ്കര കട്ടിയായിരിക്കും. റൂമിൽ പോയി നോക്കുമ്പോൾ പഴയ ലോട്ടറി ടിക്കറ്റ്, പഴയ ലോട്ടറി ടിക്കറ്റ് മടക്കിയൊക്കെ തരും. നമ്മുടെ നാട്ടിൽ ഒരാൾ പെരുന്നാളിന് ഉസ്താദിന് കൈമടക്ക് കൊടുക്കണം. അവൻ്റെ ആകെ 100 റുപ്യേ ഉള്ളൂ. അവൻ എന്ത് ചെയ്തെന്നറിയാവോ? ഭാര്യയുടെ വീട്ടിൽ പോകണം പെരുന്നാളിന്, ഉസ്താദ് കൈമടക്കം കൊടുക്കും. ഇവൻ നേരെ അടുത്ത ഫോട്ടോസ്റ്റാറ്റ് കടയിൽ പോയി ഒരു 100 രൂപയുടെ ഫോട്ടോസ്റ്റാറ്റ് എടുത്തു. ഫോട്ടോസ്റ്റാറ്റ് ഖത്തീബിനും കൊടുത്തു, 100 രൂപ അവനും കൊണ്ടു. അപ്പോൾ പൊതുജനങ്ങൾ എന്ത് ചെയ്യണം? അവരോട് സ്നേഹിക്കണം, ദുആ കൊണ്ട് വസിയത്ത് ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതേപോലെ പള്ളിയിലെ പരിപാലന കമ്മിറ്റി അംഗങ്ങൾ അവരും ഉസ്താദന്മാരെ സ്നേഹിക്കണം. അവർക്ക് സ്നേഹിക്കാനുള്ള വഴി എന്താ? വർഷത്തിൽ ഒരു പ്രാവശ്യം ശമ്പളം കൂട്ടി കൊടുക്കണം, അല്ലേ? സ്നേഹിക്കാനുള്ള വഴി വർഷത്തിലൊരു പ്രാവശ്യമൊക്കെ ഒരു ഇൻക്രിമെന്റ് കൊടുക്കണം. പള്ളിയിലെ ഖത്തീബിന്റെ ശമ്പളം എന്ന് പറഞ്ഞാൽ ക്ലോസറ്റിലെ വെള്ളം മാതിരി എപ്പോഴും അങ്ങനെ തന്നെ കിടക്കും, കൂടുമില്ല കുറയുമില്ല. അത് ജമാഅത്തായിട്ട് അങ്ങനെ തന്നെ കിടക്കും. ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. അല്ലാഹു സുബ്ഹാനഹു സമുദായ നേതൃത്വം അക്കാര്യത്തിലൊക്കെ ഒരു പുനർവിചിന്തനത്തിന് തയ്യാറാവണം. ഇന്നലെ ഒരാൾ എന്നോട് പറഞ്ഞു, ഉസ്താദ് എന്താണെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്ന പൈസ ബറക്കത്തുള്ള പൈസയിൽ ഇച്ചിരി കുറവാണെങ്കിലും. ഞാൻ പറഞ്ഞാ പൊന്നു വകയ കടയിൽ പോയിട്ട് 200 റുപ്യയുടെ സാധനം മേടിച്ചിട്ട് 100 രൂപ കൊടുത്തിട്ട് ബാക്കി ബറക്കത്ത് കിട്ടുമെന്ന് അവൻ തരുമോ? അയാൾ തരുമോ?
ബറക്കത്ത് ആഖിറത്തിലല്ലേ പറ്റുള്ളൂ, ദുനിയാവിൽ പറ്റൂലല്ലോ. അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം നൽകട്ടെ. അപ്പൊ പ്രവാചകന്മാരെ സ്നേഹിക്കണം, സിദ്ദീഖീങ്ങളെ സ്നേഹിക്കണം. ഒത്തിരി കൂട്ടുകാരെ ഇനിയും പറയാനുണ്ട്. അടുത്തതാരാ?